ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കറിവേപ്പിനെ കുറിച്ചുള്ളതാണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം കുറച്ച് നാൾ മുമ്പ് എൻ്റെ കറിവേപ്പിന് ഫുള്ള് ഇലകളിലൊക്കെ നിറച്ച് പുള്ളിക്കുത്തുകൾ പോലെ വരികയും ഇലകളൊക്കെ ആകെ മുരടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഒരു മാസം വീടടച്ചിട്ട് മാറി നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇങ്ങനെ ഫുള്ളായിട്ടും കറിവേപ്പ് നമുക്ക് കണ്ടാൽ വിഷമം തോന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഞാൻ രക്ഷിച്ചിട്ട് പഴയ പോലെ തന്നെ അല്ലെങ്കിൽ പഴയതിനേക്കാളും നല്ലതായിട്ട് ആക്കിയെടുത്തത് എന്നുള്ള ഒരു അനുഭവമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഏറ്റവും അധികം ഇതുപോലെ കേട് വന്നിട്ടുള്ള കമ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരുമാതിരി വലിയ കറിവേപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ നന്നായിട്ട് കുറച്ചൊന്ന് താത്തിയിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരുപാട് കമ്പുകളിൽ ഇങ്ങനെ കേടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കമ്പും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യണ്ട. ആദ്യം ഒരു 2-3-4 സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനനുസരിച്ച് അത് പുതിയ ഇലകളായിട്ട് വരാൻ തുടങ്ങുമ്പോൾ ബാക്കി കേടുള്ളതും കൂടി അങ്ങനെ കുറേശ്ശെയായിട്ട് ഓരോ ആഴ്ചയും വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല പുതിയ ഇലകളായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും കുറേശ്ശെ. അപ്പോൾ ആ വരുന്ന ഇലകൾക്ക് കേട് വരാതിരിക്കാനായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം. നല്ല പുളിപ്പിച്ച 2 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ ഇരട്ടി വെള്ളവും ചേർത്തിട്ട് അത് എന്നും തെളിച്ച് കൊടുക്കുക. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ മഴയില്ലാത്തൊരു സമയം നോക്കിയിട്ട് തെളിച്ച് കൊടുക്കുക. കുറച്ച് നേരം ആ കഞ്ഞിവെള്ളത്തിന് കറിവേപ്പിൽ നിൽക്കാനുള്ളൊരു സമയം വേണം. മഴ പെയ്താൽ പെട്ടെന്ന് അത് പോവും. അതുപോലെ തന്നെ എല്ലാ ദിവസവും കടയ്ക്കലും ഞാൻ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു. പറഞ്ഞില്ലേ, 2 ദിവസം പുളിപ്പിച്ച ശേഷം ഇരട്ടിയിലധികം വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഒന്ന് തെളിച്ച് കൊടുത്തു, പിന്നെ അതുപോലെ തന്നെ കടയ്ക്കലും ഒഴിച്ചു കൊടുത്തു, പിന്നെ ബ്രാഞ്ചുകൾ കുറേശ്ശെയായിട്ട് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ പുതിയ ബ്രാഞ്ചുകൾ വന്നു. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ഇലകളായിട്ട് ഫുള്ള് കേടൊക്കെ മാറി. ഈ ചെടി നന്നായിട്ട് നല്ലൊരു മാറ്റം ഇതിന് വന്നു. ഇപ്പം നല്ല പഴയ പോലെ തന്നെയായി. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ വെളുത്തുള്ളി കൂടി ചതച്ചിട്ടിട്ടൊക്കെ ചെയ്യാം. അത് കൂടുതൽ എഫക്റ്റീവ് തന്നെയാണ്. പക്ഷെ അതില്ലാണ്ട് തന്നെ എനിക്ക് ഈ കഞ്ഞിവെള്ളം കൊണ്ട് നല്ല എഫക്റ്റ് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങളുടെ കറിവേപ്പ് നന്നായി ചെറുതാണ്, തീരെ വളർച്ചയില്ലാതെ ചെറുതായിട്ട് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കടലപ്പിണ്ണാക്ക് കടകളിൽ ചോദിക്കുകയാണെങ്കിൽ വളങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പുളിക്കാനായിട്ട് ഒരു 5 ദിവസം വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ തെളി മാത്രം ഊറ്റിയെടുത്തിട്ട് ഒരു 5 ഇരട്ടിയിലധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കറിവേപ്പിൻ്റെ കടയിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ അതിലും കഞ്ഞിവെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അതും വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുട്ടയുടെ തൊണ്ട്, പിന്നെ അതുപോലെ മീൻ, ഇറച്ചി, ഇതൊക്കെ കഴുകിയ വെള്ളം, ഇതൊക്കെ കറിവേപ്പിന് നല്ല വളങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല മുറിക്കുമ്പോൾ ഇതുപോലെ ഓരോ അല്ലികളായിട്ട് എടുക്കാതെ മൊത്തമായിട്ടൊരു കമ്പ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് യഥാർത്ഥ രീതി. അപ്പോൾ പുതിയ ബ്രാഞ്ചുകളൊക്കെ വരും. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് ചാനലിലൊന്ന് സെർച്ച് ചെയ്ത് ദയവായി ഒന്ന് കണ്ടു നോക്കൂ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കറിവേപ്പിന് വളർച്ചക്കുറവ്, അതുപോലെ മുരടിപ്പ്, ഇലകൾക്ക് അതുപോലെ പുള്ളികൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ദിവസവുമുള്ള ഉപയോഗത്തിലൂടെ അതിനെ രക്ഷിച്ചെടുക്കാമെന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് പ്രൂവ് ചെയ്ത് തന്നതാണ്. അതെനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയോണ്ടാണ് ഇതിപ്പോൾ ഒരു വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്